Hi dear students, welcome to my class. So അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു LPP പ്രോബ്ലം ബൈ ടു ഫേസ് മെത്തേഡ് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിന്നിവിടെ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ അൺബൗണ്ടഡ്നെസ്സിൻ്റെ കേസാണ് കേട്ടോ. സോ അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം കേട്ടോ. The next question is maximize z equal to 2x1 minus x2 plus x3 subject to the constraints x1 plus x2 minus 3x3 less than or equal to 8, 4x1 minus x2 plus x3 less greater than or equal to 2, 2x1 plus 3x2 minus x3 greater than or equal to 4, and x1, x2, x3 greater than or equal to 0. Solve this LPP question by simplex method. Okay, so ഇവിടെ നമ്മൾ ടു ഫേസ് മെത്തേഡ് വെച്ചിട്ടാണിത് സോൾവ് ചെയ്യുന്നത്. സോ ടു ഫേസ് മെത്തേഡ് വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൺസ്ട്രെയിൻസ് വരുമ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് ഐദർ യൂസ് ബിഗർ മെത്തേഡ് ഓർ ടു ഫേസ് മെത്തേഡ്. ഓക്കെ, സോ അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ടു ഫേസ് മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം കൺസ്ട്രെയിൻസ് നോക്കാം. ഫസ്റ്റ് കൺസ്ട്രെയിൻസ് കണ്ടെയ്ൻസ് ദ ഇനീക്വാളിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇനീക്വാളിറ്റിനെ ഇക്വാളിറ്റി ആക്കാനായിട്ട് വി ഇൻട്രൊഡ്യൂസ് എ സ്ലാക്ക് വേരിയബിൾ S3. ഓക്കെ, അപ്പോൾ സ്ലാക്ക് വേരിയബിൾ S3 ഇൻട്രൊഡ്യൂസ് ചെയ്തു ഞാൻ. ഓക്കെ, ഇവിടെ S3 ഉണ്ട്. സോ അപ്പോൾ സ്ലാക്ക് വേരിയബിൾ S4 ആയിട്ട് ചൂസ് ചെയ്തു കേട്ടോ. സോ ദ ഫസ്റ്റ് കൺസ്ട്രെയിൻ ചേഞ്ചസ് ടു x1 പ്ലസ് x2 minus 3x3 plus s4 equal to 8. ഇനി സെക്കൻഡും തേർഡും കൺസ്ട്രെയിൻസിലോട്ട് നോക്കുക. ഹിയർ ദ ഇനീക്വാളിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടൈപ്പ് വരുന്ന കേസിൽ അവിടെ സർപ്ലസ് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. സർപ്ലസ് വേരിയബിൾ ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾ. സർപ്ലസ് വേരിയബിൾ ആൻഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. ഇവിടെ രണ്ട് കൺസ്ട്രെയിൻസ് വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് രണ്ട് സർപ്ലസ് വേരിയബിൾസ് വേണം. അത് S5 ആൻഡ് S6 ആയിട്ട് എടുത്തു. പിന്നെ ഇതുപോലെ രണ്ട് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് വേണം, A1, A2. ഓക്കെ, ഫോർ ദ സെക്കൻഡ് ആൻഡ് തേർഡ് കൺസ്ട്രെയിൻസ് ചേഞ്ചസ് ടു 4x1 മൈനസ് x2 പ്ലസ് x3 മൈനസ് S5 പ്ലസ് A1 ഈക്വൽ ടു 2, and the third constraint 2x1 plus 3x2 minus x3 minus s6 plus a2 equal to 4. And finally the non-negativity restrictions for x1, x2, x3, s1, s4, s5, s6, a1, a2. Okay, therefore what about the objective function? The objective function or the standard form of objective function becomes maximize z equal to 2x1 minus x2 plus x3 and the introduced variables for s4, s5 and for s4, s5, s6 the coefficients are 0. Therefore 0 s4 plus 0 s5 plus 0 s6. And for the artificial variables, this is a maximization type problem. So the artificial variables coefficients are -1. So minus a1 minus a2. Okay, this is a standard form of LPP. Now we draw its simplex table for phase 1. Which are the basic elements? The basic elements from the first equation. Here we introduce a slack variable. So first equation we add a slack variable S4 ആണ്. So അതാണ് first equation നിന്ന് വരുന്ന basic variable S4. ഇനി second equation നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് artificial variable A1 ആണ്. So A1 is the basic variable from the second constraint, and third constraint നിന്ന് വരുന്ന basic variable is artificial variable A2. Okay, അപ്പോൾ ഇനീക്വാളിറ്റിനെ ഇക്വാളിറ്റി ആക്കാനായിട്ട് ആഡ് ചെയ്ത വേരിയബിൾസിനെയാണ് ബേസിക് വേരിയബിൾസ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിൻ്റെ കോഎഫിഷ്യൻസ് നോക്കാം. കോഎഫിഷ്യൻസ് വരുന്നത് CB ഡിനോട്ട്സ് എ കോഎഫിഷ്യൻ്റ് ഓഫ് ദീസ് ബേസിക് വേരിയബിൾസ് ഇൻ Z. അപ്പോൾ ഇസഡിൽ വരുന്ന ബേസിക് വേരിയബിൾസ് S4ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ വരുന്നത് 0. A1ൻ്റെ കോഎഫിഷ്യൻ്റ് ഇൻ Z ഈസ് -1. The coefficient of A2 in Z is also -1. And XB denotes the right hand side values. So S4 corresponding ആയിട്ട് വരുന്നത് 8, A1 corresponding ആയിട്ട് വരുന്ന RHS value 2,
A2 corresponding ആയിട്ട് വരുന്ന RHS value 4. The coefficient of x1 in these three equations are 1, 4, 2, 1, 4, 2. The coefficient of x2 is 1, minus 1, 3, 1, minus 1, 3. The coefficient of x3 is minus 3, 1, minus 1, minus 3, 1, minus 1. The coefficient of S4 is 1, 0, 0. Coefficient of S5 is 0, minus 1, 0. Coefficient of S6 is 0, 0, minus 1. The coefficient of A1 is 0, 1, 0. Coefficient of A2 is 0, 0, 1. Cj is 0 into 1, 0, plus minus 1 into 4, minus 4, plus minus 1 into 2, minus 2, that is minus 4, minus 2, to minus 6, and here 0 into 1, 0, plus minus 1 into minus 1, plus 1, plus minus 1 into 3, minus 3, that is 1 minus 3, that is minus 2, and here 0 into minus 3, 0, plus minus 1 into 1, minus 1, plus minus 1 into minus 1, plus 1, that is minus 1 plus 1 equal to 0. And here 0 into 1, 0, plus minus 1 into 0, 0, plus minus 1 into 0, 0, 0 into 0, 0, minus 1 into minus 1, plus 1, plus minus 1 into 0, 0, that is plus 1. And here 0 into 0, 0, minus 1 into 0, 0, minus 1 into minus 1, 1. 0 into 0, 0, plus minus 1 into 1, minus 1, plus minus 1 into 0, 0, just becomes minus 1. Here 0 into 0, 0, minus 1 into 0, 0, minus 1 into 1, minus 1. And what is Zj? Zj is the coefficient of variables in Z. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് in two-phase method, the coefficient of variables in Z excluding the artificial variables are zeros. Okay, artificial variablesൻ്റെ കോഎഫിഷ്യൻസ് ഒഴിച്ചിട്ട് ബാക്കി വരുന്ന എല്ലാ വേരിയബിൾസിൻ്റെയും സീറോസ് ഫേസ് 1-ൽ, ബാക്കി വരുന്ന എല്ലാ വേരിയബിൾസിൻ്റെയും കോഎഫിഷ്യൻസ് ഫേസ് 1-ൽ 0 ആയിട്ട് ചൂസ് ചെയ്യുക. സോ അപ്പോൾ ഇവിടെ x1ൻ്റെ കോഎഫിഷ്യൻ 0, കോഎഫിഷ്യൻ്റ് ഓഫ് x2 0, x3യുടെ കോഎഫിഷ്യൻറ്റ് 0 ആയിട്ട് എടുത്തു, s4ൻ്റെ കോഎഫിഷ്യൻറ്റ് 0, s5ൻ്റെ കോഎഫിഷ്യൻറ്റ് 0, s6ൻ്റെ കോഎഫിഷ്യൻറ്റ് 0, a1 ആൻഡ് a2ൻ്റെ കോഎഫിഷ്യൻസ് -1 വന്നിരിക്കുന്നത് അതിവിടെ എഴുതാം. ഓക്കെ, നൗ Zj minus Zj, that is minus 6, minus 2, minus 0, minus 2, 0, minus 0, 0, minus 0, 1 minus 0, 1 minus 0, 1, minus 1, minus 1, minus minus 1, that is 0, minus 1, minus minus 1, that is 0. So the values of Cj minus Zj's are minus 6, minus 2, 0, 0, 1, 1, 0, 0. Not all the values are positives or zeros. So ഇവിടെ നെഗറ്റീവ് വാല്യൂസ് കൂടെ വന്നിട്ടുണ്ട്. So we want to continue the iteration process. For this we choose the minimum value of Cj minus Zj. We all know that its minimum value is minus 6. Okay, minus 6 is the minimum value, and the column corresponding to minus 6 is for x1. And here x1 is the entering variable. x1 is the entering variable. Now we are going to find which one is the leaving variable. For this we find the ratio. Ratio is xb divided by x1. xb divided by x1, that is 8 by 1 equal to 8, 2 by 4, that is 1 by 2, and here 4 by 2, that is 2. So here we choose the minimum value out of zeros and positives. So minus 1 by 2 is the minimum value. So 1 by 2 corresponding ആയിട്ട് വരുന്ന വേരിയബിൾ ചൂസ് ചെയ്യുക. So here a1 is the variable corresponding to the row with minimum value. So here a1 is the leaving variable or outgoing variable, and x1 is the entering variable. ഇവിടെ നോക്കാം, ഫസ്റ്റ് ബേസിക് വേരിയബിൾ വരുന്നത് s4. ഇവിടെ a1 ലീവ് ചെയ്തു, a1നെ പകരം റീപ്ലേസ് ചെയ്തത് x1 ആണ്. സോ ഹിയർ x1 ഈസ് ദ എൻട്രിങ് വേരിയബിൾ, ആൻഡ് ദ തേർഡ് ബേസിക് വേരിയബിൾ ഈസ് a2. ഓക്കെ, സോ ഇപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യുക, a1 ഇവിടുന്ന് ലീവ് ചെയ്തു. സോ അപ്പോൾ a1 കറസ്പോണ്ടിങ് ആയിട്ട് വന്നിരിക്കുന്ന ഈ കോളം ക്യാൻസൽ ചെയ്താൽ നമുക്ക്.
സോ അപ്പോൾ A1 എന്ന് പറയുന്ന വേരിയബിൾ നമുക്കിനി നെക്സ്റ്റ് ടേബിളിലോട്ട് വേണ്ട. ഓക്കെ, ഇനി എൻ്റെ കോഎഫിഷ്യൻസ് എഴുതാൻ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കോഎഫിഷ്യൻസ് എഴുതുമ്പോൾ SEB എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയബിൾസ് ഇൻ ഇസഡ് ആണ്. ഇസഡിൽ വരുന്ന ഈ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഇവിടെ എടുത്തെഴുതേണ്ടത്. ഇവിടെ ഫേസ് 1 നമുക്കറിയാം ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ വേരിയബിൾസിൻ്റെയും കോഎഫിഷ്യൻറ്റ് 0 ആയിട്ട് ചൂസ് ചെയ്യുക കേട്ടോ. സോ x4ൻ്റെ കോഎഫിഷ്യൻറ്റ് 0, x1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0, A2ൻ്റെ കോഎഫിഷ്യൻറ്റ് നമുക്ക് -1 ആയിരുന്നില്ലേ വന്നിരുന്നത് അല്ലേ, ഇവിടെ കൊടുത്തു -1. ഓക്കെ, എലമെൻറ്റ് നമുക്ക് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക. കീ എലമെൻറ്റ് എന്താ വരുന്നത് നോക്കി. അല്ല, കീ എലമെൻറ്റ് എങ്ങനെ കാണുന്നത്? ഈ ലീവിങ് റോയ്ക്കും എൻട്രിങ് കോളത്തിനും ഈ ലീവിങ് റോയും എൻട്രിങ് കോളായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്ത് വരുന്ന എലമെൻറ്റാണ് കീ എലമെൻറ്റ്. സോ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 4 ഈസ് ദ കീ എലമെൻറ്റ്. 4 ഈസ് ദ കീ എലമെൻറ്റ്. അടുത്ത് ചെയ്യുന്നത് എന്താ, ഈ 4നെ 1 ആക്കുക. ദാറ്റ് ഈസ് 4 ബിലോങ്സ് ടു ദ സെക്കൻഡ് റോ. ദാറ്റ് ഈസ് സെക്കൻഡ് റോ ചേഞ്ചസ് ടു ഡിവൈഡ്, സെക്കൻഡ് റോ ചേഞ്ചസ് ടു സെക്കൻഡ് റോ ഡിവൈഡഡ് ബൈ 4. സെക്കൻഡ് റോനെ ത്രൂ ഔട്ട് 4 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ അതാണ് ഞാനിവിടെ നെക്സ്റ്റ് ചെയ്യുന്ന ഓപ്പറേഷൻ. ഇവിടെ നോക്കാം, 2 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. XPയുടെ കോളം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 2/4 it is 1/2, 4/4 1, this is -1/4, 1/4 0, -1/4 0, 0/4 0. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ 4ന് മുകളിൽ വന്നിരിക്കുന്ന എലമെൻറ്റ് 1 ആണ്, താഴെ വന്നിരിക്കുന്ന എലമെൻറ്റ് 2 ആണ്. അതിനെ രണ്ടിനെയും 0 ആക്കുക. നമുക്ക് അടുത്ത ടേബിളിൽ ചെയ്യുന്നത്. അടുത്തിവിടെ ചെയ്യുന്നത് ഇതുണ്ടോ, എന്തായാലും നമ്മൾ കീ എലമെൻറ്റ് 1 ആക്കിയത് അല്ലേ. 1ന് മുകളിൽ വന്നിരിക്കുന്ന 1നെ നമുക്ക് 0 ആക്കാം. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. അതായത് R1 ചേഞ്ചസ് ടു R1 മൈനസ് R2. സോ അപ്പോൾ എന്ത് വരും നോക്കാം. ദാറ്റ് ഈസ് 1 മൈനസ് ഇവിടെ തൊട്ട് ചെയ്യുക, XP തൊട്ട് ചെയ്യുക. സോ അപ്പോൾ 8 മൈനസ് 1/2. അപ്പോൾ എലമെൻറ്റ്സ് വരുന്നത് 8 മൈനസ് 1/2. ദാറ്റ് ഈസ് 16 മൈനസ് 1/2, 15/2. സോ ഇവിടെ 15/2 ആണ്. അടുത്തത് 1 മൈനസ് 1 0, 1 മൈനസ് -1/4. ദാറ്റ് ഈസ് 1 പ്ലസ് 1/4. എന്ത് വന്നു, LC കൊടുക്കുമ്പോൾ 4 പ്ലസ് 1/4 ദാറ്റ് ഈസ് 5/4. സോ അപ്പോൾ ഇവിടെ 5/4 ആൻഡ് ഹിയർ -3 minus 1/4 that is -12 minus 1/4 that is -13/4. So -13/4. അടുത്ത വരുന്നത് 1 minus 0 1, 0 minus -1/4 that is 1/4, 0 minus 0, 0 minus 0 0. ഓക്കെ, ഇനി ഇതിന് താഴെ വന്നിരിക്കുന്നത് 2 ആണ്. 2നെ നമുക്ക് 0 ആക്കുക. 2നെ 0 ആക്കാനായിട്ട് R3 തേർഡ് റോയിലാണ് വരുന്നത്. അപ്പോൾ R3 ചേഞ്ചസ് ടു R3 മൈനസ് 2 ഇൻറ്റു R2. ഈ 1നെ -2 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുക. അതിനുശേഷം താഴെ വരുന്ന തേർഡ് റോയായിട്ട് ആഡ് ചെയ്യുക. സോ അപ്പോൾ അതെങ്ങനെ വരും നോക്കാം. സോ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എലമെൻറ്റ് 1/2 4 ആണ്. ഇത് ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ തേർഡ് റോ മൈനസ് 2 ഇൻറ്റു സെക്കൻഡ് റോ. അപ്പോൾ 2 മൈനസ് 1/2 ദാറ്റ് ഈസ് 4 മൈനസ് 1 ഇൻറ്റു 3. ഇവിടെ 3 1. പിന്നെ അടുത്തത് ഇവിടെ 1ഉം 2 ആണ്. ഇത് ചെയ്യുമ്പോഴേക്കും 2 മൈനസ് 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2 മൈനസ് 2 0 ആയിപ്പോയി. ഇവിടെ ചെയ്യുമ്പോൾ 3 മൈനസ് ഇതാണ് ഓപ്പറേഷൻ. 3 മൈനസ് 2 ഇൻറ്റു -1/4. ഓക്കെ, ദാറ്റ് ഈസ് 3 പ്ലസ് ഇത് വരുന്നത് 3 പ്ലസ് 1/2 that is 7/2. so ഇത് 7/2 and here -1 minus 2 into 1/4 that is 3/2 and here this is 0 0 and here 0 minus ഇവിടെ വരുന്നത് 0 minus 2 into -1/4 that is 1/2. ഇവിടെ രണ്ടും ഇവിടെ 0 -1 ആണ് വരുന്നത്. സോ അപ്പോൾ -1 minus 2 into 0 that is -1 and here
R3 minus 2 into R2, that is 1 minus 2 into 0, that is 1. So അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എലമെൻറ്റ്സ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി CJ is what? CJ equal to 0 into 0, 0 plus 0 into 1, 0 plus minus 1 into 0, 0. ഇതെല്ലാം 0 ആയിരിക്കും. ഇവിടെ നോക്കാം, ഇവിടെ ഇത് 0 0 വെച്ചിട്ട് എല്ലാ എൻട്രീസിനെ മൾട്ടിപ്പിൾ ചെയ്യണം. ഞാനിവിടെ 0 0 ആയതുകൊണ്ട് അതങ്ങ് സ്കിപ്പ് ചെയ്തു. തേർഡ് എൻട്രിയിൽ മാത്രം ഫോക്കസ് ചെയ്യണം കേട്ടോ. ദാറ്റ് ഈസ് -1 into 7/2 minus 7/2 minus 1 into minus 3/2 plus 3/2 minus 1 into 0 0 minus 1 into 1/2 minus 1/2 minus 1 into minus 1 plus 1 minus 1 into 1 minus 1. Okay, now ZG, the coefficient of variables in Z are 0. So x1 coefficient is 0, the coefficient of x2 is 0, coefficient of x3 is 0, s4 coefficient is 0, the s5 coefficient is 0, s6 coefficient is 0, a2 coefficient is -1. Now find Cj minus Zj. What is Cj minus Zj? 0 minus 0. This is minus 7/2, 3/2 minus 0, 3/2, 0 minus 0. And here minus 1/2, 1 minus 0, 1 is 0. So here നോക്കുകയാണെങ്കിൽ not all the values of Cj minus Zj's are either zeros or positive. So ഇപ്പോൾ ഇവിടെ iteration process repeat ചെയ്യണം. For this we choose the minimum value of Cj minus Zj. Cj minus Zjയുടെ minimum value ഏതെടുക്കണ്ടേ? -7/2 ആണോ -1/2 ആണോ? വാല്യൂ വരുന്നത് -7/2 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളം ആയിരിക്കും ഇവിടുത്തെ കീ കോളം. സോ അപ്പോൾ ഇവിടെ x2 ആണ് ഇവിടുത്തെ കീ കോളായിട്ട് വരുന്നത്. അപ്പോൾ x2 ഇവിടുത്തെ കീ കോളം ഓർ x2 ഈസ് ദ എൻട്രിങ് വേരിയബിൾ. ഇനി ഇവിടുത്തെ ലീവിങ് വേരിയബിൾ ഫൈൻഡ് ചെയ്യാനായിട്ട് റേഷ്യോ കൊടുക്കുക. ദാറ്റ് ഈസ് റേഷ്യോ ഈസ് xp ഡിവൈഡഡ് ബൈ ദ കീ കോളം xp ഡിവൈഡഡ് ബൈ x2. എന്ത് വന്നു? 15/2 by 5/4 നമുക്കിവിടെ. ആൻഡ് ഹിയർ 1/2 by -1/4. സോ അപ്പോൾ ഇവിടെ നെഗറ്റീവ് വാല്യൂ ആണ്, അത് ചൂസ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത് വരുന്നത് 3/7/2, ദാറ്റ് ഈസ് 6/7 ആണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ മിനിമം വാല്യൂ ചൂസ് ചെയ്യുക ഔട്ട് ഓഫ് സീറോസ് ആൻഡ് പോസിറ്റീവ്സ്. അപ്പോൾ ഇവിടുത്തെ മിനിമം വാല്യൂ വരുന്നത് 6/7 ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ മിനിമം വാല്യൂവിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോയിൽ വേരിയബിൾ ആയിരിക്കും ഇവിടുത്തെ ലീവിങ് വേരിയബിൾ. സോ ഹിയർ a2 ഈസ് ദ ലീവിങ് വേരിയബിൾ ആൻഡ് x2 ഈസ് ദ എൻട്രിങ് വേരിയബിൾ. ഓക്കെ, സോ നെക്സ്റ്റ് സിംപ്ലക്സ് ടേബിളിലേക്ക് മൂവ് ചെയ്യാം. ഈ ഇറ്ററേഷനിൽ a2 ഇവിടുത്തെ ലീവിങ് വേരിയബിളാണ് അല്ലേ. a2 എന്ന് പറയുന്നത് ഹിയർ a2 ഈസ് ദ ലീവിങ് വേരിയബിൾ. സോ ക്യാൻസൽ ദ കോളം കറസ്പോണ്ടിങ് ടു a2. നെക്സ്റ്റ് സിംപ്ലക്സ് ടേബിളിലോട്ട് നമുക്ക് a2 ആവശ്യമില്ല. സോ അപ്പോൾ a2ൻ്റെ കോളം ക്യാൻസൽ ചെയ്തെല്ലാം നോക്കാം. ഇനി അടുത്ത സിംപ്ലക്സ് ടേബിളിലെ ബേസിക് വേരിയബിൾസ് ആയിട്ട് വരുന്ന ഏതൊക്കെയാണ്? s4, x1, x2. കോഎഫിഷ്യൻസ് നമുക്കറിയാമല്ലോ. കോഎഫിഷ്യൻസ് എങ്ങനെയാണ് വരുന്നത്? s4ൻ്റെ കോഎഫിഷ്യൻറ്റ് 0, x1ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയിട്ട് ചൂസ് ചെയ്യുക. ആൻഡ് കോഎഫിഷ്യൻറ്റ് ഓഫ് x2 ഈസ് ഓൾസോ 0. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ കീ എലമെൻറ്റ്. ഇവിടെ വന്നിരിക്കുന്ന കീ എലമെൻറ്റ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. കീ എലമെൻറ്റ് ഈസ് ദ element which key element is the intersecting element of the living row and entering row. സോ അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 7/2 ആണ് ഇവിടുത്തെ കീ എലമെൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ അപ്പോൾ നെക്സ്റ്റ് ഇറ്ററേഷനിൽ നമുക്ക് ഈ 7/2നെ 1 ആക്കണം. അതിന് വേണ്ടിയിട്ട് ഈ തേർഡ് റോയിലാണല്ലോ വന്നിരിക്കുന്നത്. സോ ദ ഓപ്പറേഷൻ ഈസ് തേർഡ് റോ ചേഞ്ചസ് ടു തേർഡ് റോ ഇൻറ്റു 2/7. തേർഡ് റോയിനെ 2/7 വെച്ചിട്ട് മൾട്ടിപ്പിൾ ചെയ്യുക. സോ അപ്പോൾ എങ്ങനെയൊരു 2/7, ദാറ്റ് ഈസ് 6/7. അടുത്ത് വരുന്ന 0 ആണ്. 0 ഇൻറ്റു 2/7, ദാറ്റ് ഈസ് 0. 7/2 ഇൻറ്റു 2/7, ദാറ്റ് ഈസ് 1. minus 3/2 ഇൻറ്റു 2/7, ദാറ്റ് ഈസ് -3/7. അടുത്ത് വരുന്ന 0 ഇൻറ്റു 2/7, ദാറ്റ് ഈസ് 0. 1/2 ഇൻറ്റു 2/7, ദാറ്റ് ഈസ് 1/7. ലാസ്റ്റ് വന്നിരിക്കുന്നത് -1 ആണ്. -1 ഇൻറ്റു 2/7, ദാറ്റ് ഈസ് -2/7. ഇതാണ് നമ്മുടെ ഇപ്പോൾ തേർഡ് റോ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. നമുക്കത് എഴുതാം. ഓക്കെ, കീ എലമെൻ്റ് അല്ലേ. തേർഡ് റോയിൽ
തേർഡ് റോയിൽ 7/2 ആയിരുന്നു കീ എലമെൻറ്റ്. അതായിരുന്നു ഞാനിവിടെ 1 ആക്കി വെച്ചത് കേട്ടോ. സോ അപ്പോൾ ഇതായിരുന്നു കീ എലമെൻ്റായിട്ട് വന്നിരുന്നത്. കീ എലമെൻറ്റിനെ ഞാൻ 1 ആക്കി. ഇനി ചെയ്യുന്നത് കീ എലമെൻറ്റിന് തൊട്ട് മുകളിൽ വന്നിരിക്കുന്ന എലമെൻറ്റാണ് -1/4ഉം 5/4. അതിന് നമുക്കിനി 0 ആക്കണം. ഇതിലോട്ട് മൂവ് ചെയ്യാം. സോ അപ്പോൾ സെക്കൻഡ് റോ ചേഞ്ചസ് ടു സെക്കൻഡ് റോ പ്ലസ് 1/4 ഇൻറ്റു തേർഡ് റോ. നോക്കാം അതെങ്ങനെ വരും. പാർട്ട് 2 വരുന്ന എലമെൻറ്റ്സ് 1/2 6/7 ആണ് ആദ്യം വരുന്നത്. ചെയ്യുമ്പോൾ R2 1/2 പ്ലസ് 1/4 ഇൻറ്റു 6/7. ആദ്യം വരുന്നത് ഇവിടെ 5/7 ആണ്. ജസ്റ്റ് 5/7. ഇനി അടുത്ത വരുന്നത് 1ഉം 0യാണ്. ദാറ്റ് ഈസ് 1 പ്ലസ് 1/4 ഇൻറ്റു 0. ദാറ്റ് ഈസ് 1. അടുത്ത വരുന്നത് -1/4 പ്ലസ് 1/4 ഇൻറ്റു 1. ദാറ്റ് ഈസ് 0. നെക്സ്റ്റ് വരുന്നത് 1/4 plus 1/4 into -3/7. This is 1/7. നെക്സ്റ്റ് വരുന്നത് 0 0 ആണ്. സോ ഇത് 0 ആക്കും. അടുത്ത് വരുന്നത് -1/4 plus 1/4 into 1/7. This is -3/14. And here the elements are 0 and 0 plus 1/4 into -2/7. That is -1/14. So the next വരുന്നത് -1/14. ഓക്കെ. സോ അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത് ചെയ്യുന്നത് 5/4 അത് 0 ആക്കണം. 5/4 0 ആക്കാനായിട്ട് ഇത് ഫസ്റ്റ് റോയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റോ ചേഞ്ചസ് ടു ഫസ്റ്റ് റോ -5/4 ഇൻറ്റു തേർഡ് റോ. ഓക്കെ. 5/4ഉം 1. ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ. നമുക്ക് എലമെൻറ്റ്സ് ഓരോന്ന് എങ്ങനെ വരും നോക്കാം. സോ അപ്പോൾ XB തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ വരുന്ന ഫസ്റ്റ് റോ ദാറ്റ് ഈസ് 15/2 മൈനസ് 5/4 ഇൻറ്റു 6/7. സോ അപ്പോൾ ദിസ് ഈസ് 45/7. ആൻഡ് ദ നെക്സ്റ്റ് എൻട്രീസ് 0 0 സംഖ്യ 0 0. അപ്പോൾ 0 minus 5/4 into 0 becomes 0. And here 5/4 minus 5/4 into 1 also becomes 0. And here -13/4 minus 5/4 into -3/7 plus 19/7 minus 19/7. ഇനി അടുത്തത് വരുന്ന അങ്ങനെ 1ഉം 0യും വരുന്നത്. അപ്പോൾ 1 minus 5/4 into 0 that is 1. അടുത്ത വരുന്നത് 1/4 1/7 that is 1/4 minus 5/4 into 1/7. This is 1/14. And here 0 and -2/7 that is 0 minus 5/4 into -2/7. That 5/14. Okay, now we are going to find Cj minus Zj. The entries in CVs are zeros. All the entries in CVs are zeros. So this becomes 0 into 0 0 plus 0 into 1 0 plus 0 into 0 0. So all Cj's are zeros. We all know that Cj's are the dot product of CVs and the corresponding columns of x1, x2, x3, s4, s5 and s6. Okay, so all the values of Cj's become zeros. And what about Zj? Two-phase method. If we choose all the coefficient of the variables in Z are zeros excluding the artificial variables. Okay, so ഇവിടെ x1ൻ്റെ coefficient 0 ആയിട്ട് ചൂസ് ചെയ്തു, x2 0, x3യുടെ 0 and s4, s5, s6 ഇതിൻ്റെ എല്ലാ coefficient 0 ആയിരുന്നു. So what is Cj minus Zj becomes 0 0 0 0 0 0. So ഇപ്പോൾ Cj minus Zjയുടെ എല്ലാ വാല്യൂസും സീറോസ് ആയിട്ട് നമുക്ക് കിട്ടിയത്. സോ ദിസ് ഈസ് ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, സോ ഇപ്പോൾ ഇത് ഇവിടുത്തെ ഒപ്റ്റിമൽ സൊല്യൂഷനാണ്. സോ ദിസ് ഈസ് ദ എൻഡ് ഓഫ് phase 1. ഈ phase 1 നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി phase 1 സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈസ് ദർ എനി ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്? ഇവിടെ നോക്കുകയാണെങ്കിൽ there are no artificial variables. Okay, so അപ്പോൾ നമുക്ക് പറയാം this LPP has a feasible solution. So feasible solution ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്കെ, we can go for the second phase. അപ്പോൾ phase 2 മൂവ് ചെയ്യാം. phase 2 എങ്ങനെ ചെയ്യുന്നത്? phase 2 സെയിം
ഈ phase 1-ൽ വന്നിരിക്കുന്ന ലാസ്റ്റ് സിംപ്ലക്സ് ടേബിളിലെ വേരിയബിൾസും വാല്യൂസും അതേപടി phase 2-ലോട്ട് എടുത്തെഴുതുക, എക്സ്ക്ലൂഡിങ് ദ കോളം CB. ഓക്കെ, CBയുടെ കോളം ഒഴിച്ച് ബാക്കി വരുന്ന എല്ലാ വേരിയബിൾസും വാല്യൂസും phase 2-ലോട്ട് എടുത്തെഴുതുക. സോ CB എന്ന് പറയുന്ന കോളത്തിൽ എന്തായിരുന്നത്? CB ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിൾസ് ഇൻ Z. ഈ phase 2-ലോട്ട് എഴുതുമ്പോൾ ഇസഡിൻ്റെ phase 2-ൽ നമ്മൾ ഇസഡിൽ വരുന്ന വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ഒറിജിനൽ കോഎഫിഷ്യൻസ് എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ആദ്യം S4-ൻ്റെ വേണം, X1-ൻ്റെ വേണം, X2-ൻ്റെ വേണം. ഇവിടെ നമുക്ക് ഇതായിരുന്നു നമ്മുടെ മാക്സിമൈസേഷൻ ഓഫ് ഇസഡ്. ഇതിൽ S4-ൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആയിരുന്നു. The coefficient of x1 is 2 and the coefficient of x2 is -1. ഇത് വേണം phase 2-ൽ എഴുതാൻ. സോ അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്ന വേരിയബിൾസിൻ്റെ ഒറിജിനൽ കോഎഫിഷ്യൻസ് ആണ് phase 2-ൽ എടുത്തെഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ x1-ൻ്റെ കോഎഫിഷ്യൻറ്റ് 2, x2-ൻ്റെ കോഎഫിഷ്യൻറ്റ് -1, S4-ൻ്റെ കോഎഫിഷ്യൻറ്റ് 0, 0, 2, -1. What is CJ? 0 into 0, 0, plus 2 into 1, 2, plus -1 into 0, 0. So it becomes 2, 0 into 0, 0, 2 into 0, 0, -1 into 1, -1. 0 into -19/7, 0, into 1/7, that is 2/7, plus -1 into -3/7, that is plus 3/7, that is 5/7. So this becomes 5/7. And here 0 into 1, 0, 2 into 0, 0, -1 into 0, 0. And here 0 into 1/14, 0, 2 into -3/14, that is -6/14, plus -1 into 1/7, that is -1/7. So it takes -4/7. And here 0 into 5/14, 0, plus 2 into -1/14, that is -2/14, plus -1 into -2/7, that is plus 2/7, 0, 0. And what about ZJ? ZJ is the വേരിയബിൾസ് ഇൻ ഇസഡിൽ വന്നിരിക്കുന്ന വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ആണ് എഴുതേണ്ടത്. ഇവിടെ നോക്കാം, x1-ൻ്റെ കോഎഫിഷ്യൻറ്റ് 2, x2-ൻ്റെ കോഎഫിഷ്യൻറ്റ് -1, x3-യുടെ കോഎഫിഷ്യൻറ്റ് 1, S4, S5, S6-ൻ്റെ 0. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 2, -1, 1, 0, 0, 0 എഴുതാം. 2, -1, 1, 0, 0, 0. Now find CJ minus ZJ, that is 2 minus 2, 0. -1 minus -1, that is -1 plus 1, 0. And here 5/7 minus 1, 5/7 minus 1, that is 5 minus 7/7, that is -2/7. It's -2/7. 0 minus 0, 0. -4/7, -0, -4/7. And here 0 minus 0, 0. Now here we choose the minimum value of CJ minus ZJ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ CJ minus ZJയുടെ വാല്യൂസ് എല്ലാം സീറോസോ പോസിറ്റീവ്സോ അല്ല. സോ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ല കിട്ടിയിരിക്കുന്നത്, നെഗറ്റീവ് വാല്യൂസ് വരുന്നുണ്ട് അല്ലേ. സോ അപ്പോൾ നമുക്ക് ഇറ്ററേഷൻ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യണം. ഫോർ ദിസ് വി ഫൈൻഡ് ദ മിനിമം വാല്യൂ ഓഫ് CJ minus ZJ. ഇവിടുത്തെ മിനിമം വാല്യൂ എത്രയാണ് വരുന്നത്? Okay, so here the minimum value is -4/7. So choose the column corresponding to -4/7. So here this is the key column, or S5 is the entering variable. Now we find the leaving variable. For this we find the ratio of XB and S5. Okay, that is 4/7 divided by 1/14. And here 5/7 divided by -3/14. It's a negative value, so don't take the values, don't take the negative value. And this is 6/7, it is 6. So here we choose the minimum value out of zeros and positives. So here 6 is the minimum value, and we choose the row corresponding to this minimum value. So here x2 is the variable corresponding to this
റോ അല്ലേ. ഈ 6 എന്ന് പറയുന്ന മിനിമം വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന റോ തേർഡ് റോയാണ്. അതിൽ വന്നിരിക്കുന്ന വേരിയബിളാണ് x2 എന്ന് പറയുന്നത്. സോ ഹിയർ x2 ഈസ് ദ ലീവിങ് വേരിയബിൾ ആൻഡ് s5 ഈസ് ദ എൻട്രിങ് വേരിയബിൾ. സോ ദ നെക്സ്റ്റ് ടേബിൾ ഇവിടെ നോക്കാം. ഇവിടെ എന്ത് ചെയ്തു, x2 ഇവിടെ നിന്ന് ലീവ് ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത വേരിയബിൾ s5 ആണ്. സോ ദ ബേസിക് വേരിയബിൾസ് ആർ s4, x1 ആൻഡ് s5 ആൻഡ് ഇറ്റ്സ് കോഎഫിഷ്യൻറ്റ് s4ൻ്റെ കോഎഫിഷ്യൻറ്റ് ഇൻ z 0 ആയിരുന്നു, x1ൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആയിരുന്നു, ആൻഡ് s5ൻ്റെ കോഎഫിഷ്യൻറ്റും 0 ആയിരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് വി വോണ്ട് ടു ഐഡൻറ്റിഫൈ ദ കീ എലമെൻറ്റ്. ഇവിടുത്തെ കീ എലമെൻറ്റ് എത്രയായിരുന്നു? കീ എലമെൻറ്റ് ഈസ് ദ element intersect the leaving row and key column. So 1/7 is the key element. So അപ്പോൾ അടുത്ത് ചെയ്യുന്നത് ഈ 1/7 1 ആക്കുക. സോ ദ ഓപ്പറേഷൻ ഈസ് തേർഡ് റോ ചേഞ്ചസ് ടു തേർഡ് റോ ഇൻറ്റു 7. ഈ തേർഡ് റോയിനെ കംപ്ലീറ്റ് 7 വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുക. സോ അപ്പോൾ എന്ത് വരും നോക്കാം നമുക്ക്. സോ അപ്പോൾ 6/7 വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. 6/7 ഇൻറ്റു 7 6. അടുത്തത് 0 ഇൻറ്റു 7 0, 1 ഇൻറ്റു 7 7, മൈനസ് 3/7 ഇൻറ്റു 7 മൈനസ് 3, 0 ഇൻറ്റു 7 0, 1/7 ഇൻറ്റു 7 1, മൈനസ് 2/7 ഇൻറ്റു 7 മൈനസ് 2. ഇവിടുത്തെ കീ എലമെൻറ്റ് 1/7 നമ്മൾ ആദ്യം 1 ആക്കി അല്ലേ. അതിന് മുകളിൽ വന്നിരിക്കുന്ന എലമെൻസിനെ നമുക്ക് 0 ആക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഓപ്പറേഷൻ ആദ്യം നമുക്ക് സെക്കൻഡ് റോയിൽ നോക്കാം. മൈനസ് 3/14 0 ആക്കണം. ദാറ്റ് ഈസ് second row changes to second row plus 3/14 into third row. അപ്പോൾ third 5/7 plus 3/14 into 6. That is so for 1 plus 3/14 into 0. That is 1 plus 0 equal to 1. 0 7. That is 0 plus 3/14 into 7. നെക്സ്റ്റ് വരുന്നത് 1/7 പ്ലസ് 3/14 ഇൻറ്റു മൈനസ് 3. അടുത്ത എലമെൻറ്റ്സ് വരുന്നത് രണ്ട് 0 0 ആണ്. സോ അപ്പോൾ 0 പ്ലസ് 3/14 ഇൻറ്റു 0 0 ആണ്. നെക്സ്റ്റ് ഇത് മൈനസ് 3/14 പ്ലസ് 3/14 ഇൻറ്റു 1 ദാറ്റ് ഈസ് 0. നെക്സ്റ്റ് വരുന്നത് മൈനസ് 1/14 പ്ലസ് 3/14 ഇൻറ്റു മൈനസ് 2. It is minus 1/2. ഓക്കെ, ഇപ്പോൾ മൈനസ് ഇവിടെ നമുക്ക് 1/14 ആണ്. 1/14 0 ആക്കണം അല്ലേ. അപ്പോൾ 1/14 0 ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റോ ചേഞ്ചസ് ടു ഫസ്റ്റ് റോ മൈനസ് 1/14 ഇൻറ്റു തേർഡ് റോ. അപ്പോൾ ചെയ്യുന്നത് എന്തോന്നു ഇതാണ് എലമെൻറ്റ്സ് വരുന്നത്. സോ അപ്പോൾ 4/7 minus 1/14 into 6 1/2. അടുത്ത വരുന്നത് 0 0 ആണ്. സോ അപ്പോൾ 0 minus 1/14 into 0 that is 0. നെക്സ്റ്റ് വരുന്നത് 0 7. അപ്പോൾ 0 minus 1/14 into 7 that is minus 1/2. നെക്സ്റ്റ് വരുന്നത് മൈനസ് 19/7 മൈനസ് 1/14 ഇൻറ്റു മൈനസ് 3. ഇത് വരുന്നത് 1 മൈനസ് 1/14 ഇൻറ്റു 0 ദാറ്റ് ഈസ് 1. നെക്സ്റ്റ് വരുന്നത് 1/14 മൈനസ് 1/14 ഇൻറ്റു 1 ദാറ്റ് ഈസ് 0. അടുത്ത് വരുന്നത് 5/14 മൈനസ് 1/14 ഇൻറ്റു മൈനസ് 2 ദാറ്റ് ഈസ് 5/14 plus 2/14 it is 7/14 or 1/2. So the elements are values are 0 into 0 0, 2 into 1 2, plus 0 into 0 0 2, and here 0 into minus 1/2 0, plus 2 into 3/2 that is 3, plus 0 into 7 0 3, 0 into minus 5/2 0, 2 into minus 1/2 is minus 1, plus 0 into minus 3 0, 0 into 1 0, 2 into 0 0, 0 into 0 0, 0 into 0 0, 2 into 0 0, plus 0 into 1 0,
and 0 into 1 by 2 0, 2 into minus 1 by 2 minus 1 plus 0 into minus 2 0. Okay, and what about ZJ? ZJ 2 minus 1 1 0 0, 2 minus 1 1 0 0 0. So Cj minus Zj is 2 minus 2 0, 3 plus 1 that is 4, minus 1 minus 1 that is minus 2 0 0 minus 1. Okay, so here not all the values of Cj minus Zj's are positives or zeros, so here we have negative values, so choose the minimum value. So the minimum value of Cj minus Zj is minus 2. So the column corresponding to this value is the key column, or x3 is the entering variable. And now we want to find which one is the leaving variable. For this we find the ratio, that is xb divided by x3. xb 1 by 2 by minus 5 by 2. So we have a negative value, so don't take the negative value. And here 2 by minus 1 by 2. Here also this is in negative value. And here 6 by minus 3. Here also this is a negative value. So the leaving variable find ചെയ്യാൻ പറ്റില്ല. leaving variable find ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ലീവ് ചെയ്തിട്ട് പുതിയൊരു വേരിയബിളിനെ എൻ്റർ ചെയ്ത് നമ്മുടെ ഇറ്ററേഷൻ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്കത് പോസിബിൾ അല്ല. ലീവിങ് വേരിയബിൾ ഫൈൻഡ് ചെയ്യണമെങ്കിൽ XB by x3 അല്ലെങ്കിൽ XB by കീ കോളം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂസിൽ നിന്നും മിനിമം വാല്യൂ ചൂസ് ചെയ്യണം. ഔട്ട് ഓഫ് സീറോസ് ആൻഡ് പോസിറ്റീവ്സ്, സീറോസിൽ നിന്നും പോസിറ്റീവ്സിൽ നിന്നും മിനിമം വാല്യൂ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് നെഗറ്റീവ് വാല്യൂ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് അതിലൊരു പോസിറ്റീവ് വാല്യൂ ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അപ്പോൾ ലീവിങ് വേരിയബിൾ നമുക്കിവിടെ ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. സോ this shows that the problem has unbound solution. സൊല്യൂഷൻ ഇല്ലാത്ത കേസാണ് അൺബൗണ്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, at the end of this table we observe that the variable x3 with c3 minus z3 equal to minus 2 can enter the basis, but we are unable to fix the leaving variable because all the coefficients in the entering column are negative. Therefore the algorithm terminates because it is unable to find a leaving variable. This phenomenon is called an unboundedness. So ഇത് ഒരു അൺബൗണ്ടഡ് കേസിന് എക്സാമ്പിൾ കൂടിയാണ്. ഓക്കെ, ഒരു ടു ഫേസ് മെത്തേഡിൽ അത് അൺബൗണ്ടഡ് സൊല്യൂഷൻ എക്സാമ്പിൾ ആയിട്ടാണ് നമ്മൾ ചെയ്ത് വെക്കുന്നത്. കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അതായത് മൈനസ് ZJ അതിലെ മിനിമം വാല്യൂ -2 ആയിരുന്നു. -2ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കോളമാണ് ഇവിടുത്തെ കീ കോളം വരുന്നത്. അതായത് അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടെ x3 ആയിരിക്കും ഇവിടുത്തെ എൻട്രിങ് വേരിയബിൾ. പക്ഷെ നമുക്കിവിടെ x3 ഇവിടെ എൻ്റർ ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വേരിയബിൾ ലെഫ്റ്റ് ആകണം. ഏതെങ്കിലും ഒരു വേരിയബിൾ ലീവ് ചെയ്താൽ x3ന് നമുക്ക് ഇങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ലീവിങ് വേരിയബിൾ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ലീവിങ് വേരിയബിൾ ഫൈൻഡ് ചെയ്യുന്നത് റൈറ്റ് ഹാൻഡ് സൈഡ് വാല്യൂസ് ഡിവൈഡഡ് ബൈ കീ കോളമാണ്. കീ കോളത്തിലെ എല്ലാ എലമെൻസും നെഗറ്റീവാണ് വരുന്നത്. കണ്ടോ, കീ കോളത്തിലെ എല്ലാ എലമെൻസും നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും നെഗറ്റീവ് വരും. നമുക്കിവിടെ റേഷ്യോയിൽ നിന്ന് ചൂസ് ചെയ്യേണ്ടത് ഔട്ട് ഓഫ് സീറോസ് ആൻഡ് പോസിറ്റീവ്സിലെ മിനിമം വാല്യൂ ആണ്. നമുക്കങ്ങനെ ഒരു പോസിറ്റീവ് വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നമുക്കൊരു ലീവിങ് വേരിയബിൾ ഇവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ലീവിങ് വേരിയബിൾ ഫൈൻഡ് ചെയ്താലേ ഏതെങ്കിലും ഒരു വേരിയബിളിനെ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു വേരിയബിളല്ല ലീവിങ് വേരിയബിൾ ഫൈൻഡ് ചെയ്താലേ നമുക്ക് x3നെ ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അപ്പോൾ വി ആർ അൺഎബിൾ ടു ഫൈൻഡ് ദ ലീവിങ് വേരിയബിൾ. സോ അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. വി സ്റ്റോപ്പ് ദ iteration process because it is unable to find the leaving variable. This phenomenon is called an unboundedness. Concept clear aanallo? So the concept of solving LPP problem by two-phase method and the concept unboundedness എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. Any doubts, mention it on the comment box. So അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അടുത്ത വീഡിയോയുടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം.